എല്ലാ അധികാരങ്ങളും അവൻ ഉദ്ദേശിച്ചവർക്ക് അവൻ കൈമാറും. കൈമാറിയാൽ പിന്നെ നിയന്ത്രണം പോലെ ഉണ്ടാവും. അപ്പൊ ഞാൻ ഈ മൊബൈൽ ഫോൺ ഒരാൾക്ക് കൊടുത്താൽ പിന്നെയും അത് സ്വിച്ച് ഓഫ് ആക്കലും ഓണാക്കലും ഞാൻ തന്നെയാണെന്ന് പറഞ്ഞാൽ അതിനെ കൊടുക്കലാവും. കൊടുത്തു കഴിഞ്ഞതാണ്. എന്നതുപോലെ ആലമിന്റെ ഒക്കെ നിയന്ത്രണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ആളുകൾക്ക് നൽകുന്നു. അപ്പോ മുഅ്തസിലിയാക്കൾ പണ്ട് പറഞ്ഞു വെച്ച ആശയം, അതിനെതിരെ നമ്മുടെ ഇമാമുകൾ കിതാബ് എഴുതി, ശറഹുൽ അഖായിദ് അടക്കമുള്ള ഗ്രന്ഥങ്ങൾ എഴുതി, അതിന് മറുപടി പറഞ്ഞു. അവർ ഒതുങ്ങി. പക്ഷേ പിൽക്കാലത്ത് അവരുടെ പിന്മുറക്കാരായി വന്ന ഈ കുരുവട്ടൂരിയൻ വ്യാജന്മാർ അത് പുതുതായി കൊണ്ടുവരികയാണ്. ഇതിൽ പറഞ്ഞ അപകടങ്ങൾ ഒന്നെന്താണ്? അല്ലാഹു തആല കഴിവ് അഡ്വാൻസ് ആയി കൊടുക്കും. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിയന്ത്രിക്കുന്നതൊക്കെ അവർ തന്നെയാണ്. അല്ലാഹുവിന് യാതൊരു റോളുമില്ല. ഇവിടെ സുന്നത്തി ജമാഅത്ത് പറഞ്ഞ ആശയം അപ്പോൾ മനുഷ്യന് അല്ലാഹു തആല കഴിവ് പടച്ചു കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. നേരത്തെ ഒന്നും കൊടുത്തിരുന്നില്ല. ഇതിനെതിരെയാണ് ഇവരുടെ ആശയം. പിന്നെയോ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അല്ലാഹുവിന് ഒന്നും ചെയ്യാനില്ല. അതിനാണ് മൊബൈൽ ഫോൺ ഉദാഹരിച്ചത്. അപ്പൊ അല്ലാഹു തആലയിൽ അജ്സ് എന്നത് അല്ലാഹു തആല അശക്തനായി പോകുന്ന ഒരവസ്ഥ. സുബ്ഹാനല്ലാഹ്, കുഫറിന്റെ ആശയമാണ്.